ഇന്നലെ വരെ പാതിരാരാത്രികളിൽ മുഅ്മിനീങ്ങളെല്ലാം അവരവരുടെ മുസല്ലകളിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമ്മുടെ റോഡടികളിലും ക്ലബ്ബുകളിലും അവനവരുടെ കേന്ദ്രങ്ങളിലും ചെന്ന് ഡ്രഗ് അടിച്ചിരുന്ന ആളുകൾ ഒരു ദിവസത്തെ തൗബക്ക് ശേഷം പിന്നെ അവരെ കാണുന്നത്, ഉടനെ അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് ഉംറക്ക് പോവണം, എനിക്ക് ഹബീബായ മുത്തുനബിയുടെ റൗളയിൽ ചെല്ലണം, അവിടെ ചെന്ന് സലാം പറയണം, എനിക്ക് കഅബ കണ്ണു നിറയെ കാണണം. ഇവിടുന്നാണ് ഈ ചിന്ത വരുന്നത്. റബ്ബിലേക്ക് നടന്നു വരുമ്പോൾ അല്ലാഹു ഓടി അടുക്കുന്നു എന്ന ഹദീസിന്റെ സാരമാണത്. ആ മനുഷ്യനെ റബ്ബ് ഏറ്റെടുക്കും, അത് നഷ്ടപ്പെടരുതേ. സഹാബിമാര് ചോദിച്ചു, നബിയേ, അഷ്റഫുൽ ഖൽഖായ റസൂലേ, ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ഖബർ ആരുടേതാണ്, അത് നല്ല മനുഷ്യരാണോ അല്ലയോ എന്നത് ഞങ്ങൾക്ക് പ്രശ്നമാണോ നബിയേ? ഞങ്ങളുടെ ഖബറിന്റെ ഇപ്പുറത്തൊരു കള്ളുകൊടി എന്റെ ഖബറാണെങ്കിൽ, ഒരു മുശ്രിക്കിന്റേതാണെങ്കിൽ, ഒരു മുനാഫിഖിന്റേതാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമുണ്ടോ നബിയേ എന്ന് അവർ ചോദിച്ചപ്പോൾ ഹബീബായ റസൂലിന്റെ മറുപടി എന്താണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നോട് മറുപടി തരിൻ സ്വഹാബികളെ, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അരികത്ത് ഒരു ദുഷ്ടനായ മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമാണോ? അതേ നബിയേ. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ ലോകത്ത്, ബർസഖിന്റെ ലോകത്ത് നിങ്ങളുടെ അരികത്തുള്ള ആളുകൾ ഫാസിഖുകളാണെങ്കിൽ ആ അദാബിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും വരാം. അതുകൊണ്ട് അല്ലാഹുവിനോട് മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോഴും സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണേ എന്ന് പറയണമേ. അല്ലാഹുമ്മർസുഖ്നാ സുഹ്ബത്തസ് സ്വാലിഹീൻ ഫിദ്ദുനിയാ വഫിൽ ബർസഖി വഫിൽ ആഖിറ. ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മാ മിൻ മയ്യിതിൻ യമൂതു ഇല്ലാ മുസ്സില ലഹു ജുലസാഉ. മഹാനായ ഒരു ആലിമിനെ, മഹാനായ മിത്ബൈൽ ജബ്ബാർ ഉസ്താദിനെ നമ്മൾ ഓർക്കുന്ന മജ്ലിസാണിത്. അതുകൊണ്ട് ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടാൻ നമ്മൾ കൊതിച്ചു പോകണം. നമ്മുടെ സാബിഖീൻ, മുമ്പോട്ട് കഴിഞ്ഞു പോയവർ നടന്നു പോയ പോലെ അവർ യാത്രയായതുപോലെ സജ്ജനങ്ങൾക്ക് അല്ലാഹു നൽകിയ മരണം പോലെ നമുക്കും അല്ലാഹു അവനിലേക്കൊരു യാത്ര നിർബന്ധമാണ്. എത്ര നാൾ ഇവിടെ ഇരുന്നാലും ഖബർ നമുക്ക് അനിവാര്യമാണ്. എത്ര വീടിലും സൗകര്യത്തിലും വാഹനത്തിലും നമ്മൾ യാത്ര ചെയ്താലും അൽ ഖബറു മസീറുഹു, ഖബറാണ് അവസാനം എത്തുന്ന വീട്. നമുക്ക് ഖബർ തന്നെയുള്ളൂ. യാ അല്ലാഹ്, മാ മിൻ മയ്യിതിൻ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞ അഥറാണിത്. മാ മിൻ മയ്യിതിൻ യമൂതു ഇല്ലാ മുസ്സില ലഹു ജുലസാഉ. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആരുടെ കൂടെയാണോ അയാൾ ഇരിക്കാറുണ്ടായിരുന്നത്, സ്വന്തം കൂട്ടുകാരുടെ രൂപങ്ങൾ അല്ലാഹു മരിക്കുന്ന നേരത്ത് കാണിച്ചു കൊടുക്കുമത്രേ. ശരിക്ക് ശ്രദ്ധിക്കണമേ. കൂടെ ഇരുന്ന് വളരെ വൾഗറായ മോശമായ ഫിലിം കാണുന്ന കൂട്ടുകാരായിരുന്നുവെങ്കിൽ മരണത്തിന്റെ സക്കറാത്തിന്റെ നേരത്ത്, കലിമ ചൊല്ലേണ്ട നേരത്ത് തിന്മകൾ കണ്ണിൽ കാണിക്കപ്പെടും എന്ന് തന്നെയാണ് അതിനർത്ഥം. കൂടെ കുടിച്ചിരുന്നവർ, ലഹരി അടിച്ചിരുന്നവർ, മയക്കുമരുന്നടിച്ചിരുന്നവർ അല്ലാഹു ശരീരത്തിലേക്ക്, വായയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ ലഹരി, കുല്ലു മുസ്കിരിൻ ഹറാം, ഏത് ലഹരി പിടിപ്പിക്കുന്നതും, എനി ഇൻടോക്സിക്കൻസ്, അതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധം തന്നെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുമോ അതിന് പറ്റിയ സാധനങ്ങളെ അങ്ങാടിയിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന കൂട്ടുകാർ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കുന്ന നേരത്ത് തന്നെ കൊണ്ട് ഹറാമ് തീറ്റിപ്പിക്കുന്ന കൂട്ടുകാരെ അല്ലാഹു കാണിച്ചു കൊടുക്കും എന്ന് മഹാനായ അല്ലാമ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അവര് താബിഈയാണ്, ഖുർആനിന്റെ മുഫസ്സിറാൻ, മുഹദ്ദിസാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൂട്ടുകാരാരാണോ മരിക്കുന്ന നേരത്ത് അവരെ അല്ലാഹു മുമ്പിൽ കാണിച്ചു കൊടുക്കും. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവരുടെ കിതാബുണ്ട് അസ്സബാതു ഇൻദൽ മമാത്. ഒരുപാട് സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ ചില സംഭവങ്ങളൊക്കെ വളരെ മൗസൂഖാണ്. ഇതൊക്കെ 100% വളരെ ഒഥന്റിക്, ആധികാരികമായ സംഭവങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോഴേ സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യൻ പറയാ, ഹീല ബൈനീ വബൈന ദാലിക്,
എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്ത് പറയാൻ പറയാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ട്. എന്ത് പറയാൻ പറ്റുന്നില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറയാൻ പറ്റണില്ല. എന്തേ കാരണം എന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ല. വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ കമാ ഫുഇല ബിഅശ്യാഇഹിം മിൻ ഖബ്ൽ. പറയാറുണ്ട് കലിമ ചൊല്ലി മരിക്കണേ, കലിമ ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാകണേ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ജീവിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന മജ്ലിസുകളിൽ ചെന്നിരുന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ നെഞ്ചിലേറ്റിയവരോട് ഖൽബിൽ മഹബ്ബത്തുണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരുടെ കൂടെ സുഹബത്തുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണത് പറയാൻ കഴിയുക? വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ കമാ ഫുഇല ബിഅശ്യാഇഹിം മിൻ ഖബ്ൽ. മദ്യപിച്ച് ലഹരി പിടിച്ച് വ്യഭിചാരവും തിന്മയും നടക്കുന്നൊരു നാട്ടിലേക്ക് യാത്ര ചെയ്ത് ലഹരി കുടിച്ച് ഛർദിച്ച് ടോയ്ലറ്റിലേക്ക് പോയി ഛർദിക്കാൻ വേണ്ടി പോയിട്ട് ടോയ്ലറ്റിന്റെ ബൗളിലേക്ക് മുഖം കുത്തി വീണ് കിടന്ന് മരിച്ചുപോയൊരു ചെറുപ്പക്കാരനുണ്ട്. കള്ളുടിക്കാൻ പോയതാ, നാട്ടിൽ നിന്ന് നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചില സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ അതിന്റെ ചില കേന്ദ്രങ്ങളുണ്ട്. ചില ആളുകൾ എസ്കേപ്പ് ചെയ്യുന്നത് തിന്മകൾ ചെയ്യാൻ പലയിടത്തുണ്ട്. എല്ലായിടത്തും സുലഭമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മദ്യപിച്ച് ഛർദി വന്നിട്ട് ബാത്റൂമിലേക്ക് ഛർദിക്കാൻ ചെന്നു. 2 ആഴ്ചത്തെ ട്രിപ്പ് പോയതാണ്. ഒരുപാട് നേരം കഴിഞ്ഞ് വാതിൽ തുറക്കാതെ വന്ന് വാതിൽ തുറന്ന് പൊളിച്ചു നോക്കുമ്പോഴാണ്, നോക്കണേ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു ചെറുപ്പക്കാരൻ എവിടെയെങ്കിലും കിടന്നു മരിച്ചു എന്ന് മാത്രമല്ല, മദ്യപിച്ച് കിടക്കുന്ന മുഖം കിടക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ ആ ബൗളിലേക്ക് മുഖം കുത്തിയിട്ടാ കിടക്കുന്നത്. എണീക്കാൻ പറ്റിയിട്ടില്ല, ഛർദിക്കാൻ കുനിഞ്ഞതാണ്. നോക്കണേ, എത്ര വലിയ ദൗർഭാഗ്യമാണിത്, എത്ര വലിയ ദൗർഭാഗ്യമാണ്. ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരും ഒരുപോലെയല്ല. അല്ലാഹു പറയാ, ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. നരകത്തിലേക്ക് പണിയെടുത്ത് നിൽക്കുന്നവരും നരകം പുൽകാനിരിക്കുന്നവരും സ്വർഗം തുറന്നു വെച്ച് അല്ലാഹു കാത്തുവെച്ച് നിൽക്കുന്ന മുഅ്മിനീങ്ങളും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. ലാ യസ്തവീ അസ്ഹാബുൻ നാർ അഅദനല്ലാഹു മിൻഹാ. ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ് വിജയിക്കുന്നത്, അല്ലാത്തവർ പരാജയത്തിലേക്കാണ്. അതുകൊണ്ട് മദ്യപാനം മനുഷ്യന്റെ ചിന്തയാണെന്ന് പിശാച് സയ്യന ലഹുമുശ് ശൈത്താൻ. അത് അലങ്കാരമാണ്, നല്ലതാണ് എന്ന് അള്ളാന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ അകറ്റാൻ വേണ്ടി പിശാചെടുത്ത ഒരു ഹിക്മത്ത്, പിശാചിന്റെ ഒരു ഇസ്തിദ്റാജ്. അതിൽ പെട്ടുപോയ ആളുകളെ ശ്രദ്ധിക്കണമേ. നിസ്കാരം എന്ന റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് സുജൂദ് ചെയ്ത്, അല്ലാഹുവേ, വെണ്ണിനപ്പുറം നിൽക്കുന്ന നിന്നോട് മണ്ണിലേക്ക് ചാർത്തി വെച്ച നെറ്റിയുമായി ഞാൻ ചോദിക്കുന്നു റബ്ബേ, പറയട്ടെ, സുബ്ഹാന റബ്ബിയൽ അലാ. എന്റെ റബ്ബായ അല്ലാഹുവേ, നീയാണ് ഏറ്റവും മീതയുള്ളത്, ഞാൻ ഏറ്റവും താഴെയാണ്. അസ്ഫലിസ് സാഫിലീൻ. മണ്ണിലാണ് നമ്മൾ കിടക്കുന്നത്, നെറ്റി കിടക്കുന്ന മണ്ണിലാണ്. നീ കിടക്കുന്നത് വിണ്ണുകളുടെ അപ്പുറത്താണ് റബ്ബേ. അർശിന്റെ അധിപനായ റബ്ബേ, നീ ഏറ്റവും മീതയാണ്, ഞാൻ ഏറ്റവും താഴെയാണ് എന്നാണ് അതിനർത്ഥം. നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോ, റുക്കൂ ചെയ്യുമ്പോ, റുക്കൂ എന്നത് കുനിഞ്ഞിരിക്കുന്നത് ഒരു ന്യൂനതയാണ്, അല്ലേ? റബ്ബേ, നിനക്ക് ന്യൂനതയില്ല. സുബ്ഹാന റബ്ബിയൽ അദീം. ഞങ്ങൾ ന്യൂനതയുണ്ട്, എന്നാൽ നിനക്ക് ന്യൂനതയുള്ള റബ്ബേ, നീ മഹോന്നതനാണ്.
ഞങ്ങൾ താഴെയാണ് റബ്ബേ, നീയാണ് മീതയുള്ളത് എന്ന് അള്ളാഹു നമ്മുടെ ശരീരം കൊണ്ട് ആംഗ്യവിക്ഷേപങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്ന വാക്കാണത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഈ സുജൂദിന്റെ മധുരമറിയാൻ കഴിയാതെ സുജൂദും നിസ്കാരവും ചെയ്യേണ്ടതിന് പകരം വീഡിയോസും അതും ഇതും കണ്ടുകൊണ്ട് സമയം കളയുന്ന പാട്ടുകൾക്ക് മ്യൂസിക്കിന് അടിമകളായി കഴിയുന്ന യുവതലമുറയോട് പറയട്ടെ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. നിങ്ങൾക്കൊരിക്കലും ഒരു തിന്മയിലൂടെ, നിങ്ങൾക്കൊരിക്കലും ഒരു തിന്മ ചെയ്യുന്നതിലൂടെ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല, സമാധാനം അള്ളാഹു തരില്ല എന്നാ പറഞ്ഞത്. ഏതൊരു തിന്മയെ അള്ളാഹു തിന്മയാക്കി വെച്ചിട്ടുണ്ടോ അതിനു പകരം എത്രയോ ഹലാലുകൾ അള്ളാഹു ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കിന് പകരം ഖുർആനിന്റെ പാരായണമുണ്ട്. അനാവശ്യമായ പാട്ടുകൾക്ക് പകരം നല്ല ഹലാലായ നശീദുകളില്ലേ, മധുരമുള്ള നശീദുകൾ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ദീനിനെയും മഹത്തുക്കളെയും പുകഴ്ത്തി പറയുന്ന നശീദുകളുണ്ട്. വേണ്ടാത്തതിന് പകരം മദ്യവും ലഹരിയും ഹറാമാക്കിയപ്പോൾ അൺലിമിറ്റഡ് ഹലാലുകളാണ് അള്ളാഹു ഇപ്പുറത്ത് വെച്ച് തന്നത്. അൺലിമിറ്റഡ് ഹലാൽ. ഹറാമുകൾ ലിമിറ്റഡ് ആണ്, വളരെ കുറഞ്ഞ സാധനങ്ങളാണ്. ബാക്കിയെല്ലാം അള്ളാഹു തുറന്നു വെച്ചിരിക്കുകയാണ്, മഫ്തൂഹാണ്. എന്നിട്ടും അള്ളാഹു 5 നേരത്തെ നിസ്കാരമാണ് നമ്മളോട് ചോദിച്ചത്. 50 വക്തല്ല ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന, 5 വക്താണ്. ആ ഒരു 5 വക്ത് റബ്ബ് തആലക്ക് വേണ്ടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വന്നാൽ നിങ്ങൾ അറിയണേ, നിങ്ങൾ എത്ര ചിരിച്ച് സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് ഞെളിഞ്ഞിട്ടും കാര്യമില്ല. മഈശതൻ ദൻകാ, നിങ്ങളുടെ മനസ്സുകൾ സങ്കുചിതമായി പോകുന്ന, ഇടുങ്ങിപ്പോകുന്ന ജീവിതമേ ഞാൻ നിങ്ങൾക്ക് നൽകൂ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ പടച്ച തമ്പുരാൻ. എന്റെ ഓർമ്മയിൽ നിന്ന് വഴിമാറിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ആ തോന്നൽ വൃഥാവിലാണ്, അസ്ഥാനത്താണ്. യാ അല്ലാഹ്, മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലയെ പോലെ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖൈസമ ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളെ പോലെ മരണത്തിലേക്ക് പുതുമാളന്മാരെ പോലെ, പുതുമാളന്മാരെ പോലെ, പുതിയാപ്പിളയെ പോലെ മരണം പുൽകിയ മഹത്തുക്കളെ നമ്മൾ ഓർക്കുകയാണ്. അല്ലനാ നകൂനു മഅഹും ബിഹുബ്ബിഹിം, അവരോടൊക്കെയുള്ള സ്നേഹത്തിന്റെ പേരിൽ അല്ലാഹു നമ്മളെ ആ ഒരു സുമ്രത്തിലേക്ക് ചേർത്തിയാലോ. أنت مع من أحب المرء مع من أحب أنت مع من أحببت. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. اللهم إنا نحبك ونحب نبيك وأنبياءك والصالحين والشهداء والعلماء العاملين والمتقين والصالحين. اللهم إن لم نكن مثلهم فإنا نحبهم نرجو أن نكون معهم مصداقا لكلام حبيبك وحديثه المرء مع من نحب. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്ന സജ്ജനങ്ങളുടെ കൂടെ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ. ആമീൻ.